വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. ഇതാ ഷാജിയെ, ചന്ദനം മുറിച്ച കേസിൽ പോലീസുകാർ പൊക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതല്ല, ഷാജിദയുടെ അയൽക്കാരനും പ്രഖ്യാപിത ശത്രുവുമായിട്ടുള്ള മുത്തുവാണ് ഇത് പുറലോകത്ത് അറിയിച്ചത്. ഇനി അവൻ ആരും കാണില്ല, അവന്റെ ശല്യം ഇന്നത്തോടെ തീരും. ഷാജിയെ ചന്ദനക്കേസിൽ പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നു. ഞാൻ കാത്തിരിക്കാൻ മോളെ, നമുക്ക് അങ്ങോട്ട് വന്നു. ഇതാ അവൾ നാട് വിട്ടുപോകുന്നു. ഓഹോ, ഷാജിദ പുഷ്പടാ, താഴത്തില്ലടാ. ഒരു കയ്യബദ്ധം, എന്തൊക്കെയിനുലേ ഡയലോഗ് അടി. എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ എന്ന്. വലിയ കാര്യത്തിൽ വീട്ടിലെ ചന്ദനം മുറിക്കാൻ നോക്കി. ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഷാജിദ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്നാലും പോണ പോക്കിൽ വീട്ടിന്റെ മുറ്റത്ത് ചന്ദനമരവും മുറിച്ച് ചാക്കിലാക്കിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആവണമല്ലോ ഫോറസ്റ്റുകാർ പൊക്കിയത്. എന്നാലും വീട് മാറി പോകുമ്പോൾ ചന്ദനം വരെ മുറിച്ചു കൊണ്ടുപോകാൻ കാണിച്ച മനുഷ്യങ്ങളാരും കാണേണ്ടി പോയിരുന്നു. വെറുതെ നാട്ടുകാരുടെ മുമ്പ് ആണങ്ങളായ. ബാംഗ്ലൂരിനേക്കാൾ നല്ലൊരു സ്ഥലത്തേക്ക് നിന്നെ ഞാൻ സുഖവാസത്തിൽ അയക്കുന്നുണ്ട്.